ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ഡെന്റൽ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മളെല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്ന ഒരു പച്ചക്കറിയാണ് കുക്കുംബർ. ഈ കുക്കുംബറിൻ്റെ ഒരു പ്രധാന ഗുണങ്ങൾ അതെന്തൊക്കെയാണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് കുക്കുംബർ? നമ്മുടെ കാലത്ത് ഇപ്പോൾ കൂടുതലായിട്ട് വളരെ ചീപ്പായിട്ട് നമുക്ക് വളരെ വില കുറഞ്ഞ് കിട്ടുന്ന, നമ്മുടെ മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് കുക്കുംബർ എന്ന് പറയുന്നത്. ഈ കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കക്കരിക്ക, നമ്മുടെ നാട്ടിലൊക്കെ കക്കരിക്ക എന്ന് പറയും. ഈ കക്കരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95 to 99% വെള്ളമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓവറോൾ ബോഡീനെ ഹൈഡ്രേറ്റ് ആയി നിർത്താൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതായത് നമ്മളെ കോശങ്ങളെയും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും എനർജറ്റിക് ആയിട്ടും നമ്മളതിനെ ഹൈഡ്രേറ്റ് ആയി നിർത്താനും യങ് ആയി നിർത്താനും നമ്മളെ വയറിനെ ഫില്ലായി നിർത്താനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് വെള്ളരി അല്ലെങ്കിൽ കക്കരി എന്ന് പറയുന്ന നമ്മളെ കുക്കുംബർ. അപ്പോൾ ഈ കുക്കുംബറിൽ 99% അല്ലെങ്കിൽ 95% വെള്ളമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നത് മൂലം നമ്മുടെ വയറിനെ ഫില്ലായി നിർത്താനും നമുക്ക് ഭക്ഷണം ഒരുപാട് കഴിക്കുന്നത് നമ്മളെ തടയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലതരത്തിലുള്ള വെയിറ്റ് ലോസ് ജേർണിയിലാണെങ്കിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള നമ്മളെ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴും നമ്മളോട് ട്രെയിനർ പറയുന്നത് നമ്മൾ ഏതൊരു ഭക്ഷണം, അതായത് പ്രത്യേകിച്ച് നമ്മുടെ ലഞ്ച് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഡിന്നർ കഴിക്കുമ്പോഴും നമ്മളൊരു കപ്പ് ഓഫ് സാലഡ്, അതിൽ പ്രധാനമായിട്ടും ഈ ഒരു കുക്കുംബർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കുക്കുംബർ സാലഡ് നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് നമ്മളെ വയറ് നിറഞ്ഞ പോലെ തോന്നും. എന്നിട്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ നമ്മളെ വിശപ്പ് അടങ്ങിയ പോലെ നമുക്ക് ഫീൽ ഉണ്ടാകും. അപ്പോൾ ഈ പച്ചക്കറികൾ എപ്പോഴും നമ്മൾ റോ വെജിറ്റബിൾസ് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് നമ്മൾ ക്യാരറ്റ്, കുക്കുംബർ പോലുള്ള സാലഡുകൾ നമ്മുടെ ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ റിച്ച് ഇൻ ഫൈബറാണ്. അപ്പോൾ നമ്മൾ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടത്തുകയും നമുക്ക് മോഷൻ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക്, അതായത് മലബന്ധമുള്ള ആൾക്കാർക്ക് അത് പ്രോപ്പറായിട്ട് പോകാനും നമ്മുടെ വയറ് ക്ലീൻ ആവാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കുക്കുംബർ എന്ന് പറയുന്നത്. പിന്നെ കുക്കുംബർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞാൻ റിച്ച് ഇൻ ഫൈബർ ഉണ്ട്, അതുപോലെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടി ആർക്കുണ്ട്, ഈ ഒരു കുക്കുംബർ ഉണ്ട്. അപ്പോൾ ഈ കുക്കുംബർ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻ പ്രോഡക്ട്സുകളാണെങ്കിലും എല്ലാതും നമുക്ക് നമ്മുടെ ശരീരത്തിലൂടെ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ ഈ ഒരു കുക്കുംബറിന് വളരെയധികം സഹായിക്കും. പിന്നെ അതുപോലെ നന്നായിട്ടും വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഒക്കെയുള്ള ഒന്നുകൂടിയാണ് കുക്കുംബർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ കുക്കുംബറിൻ്റെ മറ്റൊരു നല്ലൊരു, നമ്മൾ എപ്പോഴും ബ്യൂട്ടി പാർലർ ആയാലും നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള ബ്ലാക്ക് കളർ പോകാൻ വേണ്ടിയിട്ട് അത് വളരെയധികം സഹായിക്കും. അതായത് നമ്മുടെ സ്കിന്നിനെ റെജുനുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ നല്ല ഹെൽത്തി ആയി നിർത്താനും ഈ ഒരു കുക്കുംബറിന് വളരെയധികം നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയി നിർത്താനും പുതിയ സെൽസുകളെ ഫോം ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമുക്ക് കുക്കുംബർ കഴിക്കേണ്ടത്? കുക്കുംബർ നമുക്ക് ഏതൊരു സമയത്തും കഴിക്കാം. ഈവൻ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം, ലഞ്ചിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഡിന്നറിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ഈ രണ്ട് ഇടയിൽ നമുക്ക് വെറും ഒരു കുക്കുംബർ ബ്രഞ്ചായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുക്കുംബർ ജ്യൂസാക്കി കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അരിക്കരുത്, ജ്യൂസാക്കിയിട്ട് നമുക്കത് കഴിക്കാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ടേസ്റ്റിന് നമുക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ജസ്റ്റ് പീസ് ഓഫ് ജിഞ്ചറോ ഇഞ്ചിയോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കുറച്ചും കൂടി ആ ഒരു മടുപ്പ് വരില്ല. ജസ്റ്റ് കുടിക്കുമ്പോൾ നമ്മളൊരു വെള്ളം കുടിക്കുന്ന അതേ ഒരു ഫീൽ ഉണ്ട്, വേറെ ചോയ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. നമ്മളന്ന് പറഞ്ഞു ABC ജ്യൂസ് കഴിക്കുമ്പോൾ നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ ആ ഒരു ചവർപ്പ് ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുക്കുംബർ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അത് നമുക്ക് കുറച്ചും കൂടി സാധാ നമ്മൾ വെള്ളം കുടിക്കുന്ന ആ ഒരു ഫീലേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അരിക്കരുത്, അരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഫൈബറൊക്കെ പോകും. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഡൈജസ്റ്റീവ് ആ ഒരു ഗുണം നമുക്ക് അതിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ അത് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ കഴിച്ചാൽ മതി. അങ്ങനെ കഴിക്കാം. പിന്നെ നമുക്ക് ഉച്ചക്ക്, ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കും രാത്രിയും നമ്മളുടെ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് ഇത് ആഡ് ചെയ്യാം. നമുക്ക് പ്രോപ്പറായിട്ടൊരു ഭക്ഷണം വേണം, അതിൻ്റെ കൂടെ നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വളരെയധികം നല്ലത്. പക്ഷേ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ വേണം ഈ ഒരു വെജിറ്റബിൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ കക്കരിക്കൻ്റെ ഒരു പ്രധാന ഗുണമാണ് നമ്മുടെ ഷുഗർ പേഷ്യൻസിന്, അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഷുഗർ കൺട്രോൾ നിലനിർത്തിയിട്ട്, അത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൊരു കൺട്രോൾ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രഷറും ഷുഗറും ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കക്കരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് ചെലുത്തുന്ന ഒന്നാണ് ഡയറ്റ്, അതായത് നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറ്റുന്നതിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും അത് ഡയബറ്റിക് കൺട്രോളായി നിർത്താനും പ്രഷർ കൺട്രോളായി നിർത്താനും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാൻസറുകൾ, അതായത് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസറിന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഈ കുക്കുംബറിന് സഹായിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ആണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വായിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ പോലെ 95 to 99% നമ്മളെ വാട്ടറാണ്, വെള്ളമാണ് ഉള്ളത് കുക്കുംബറിൽ. അപ്പോൾ നമ്മളത് കഴിക്കുന്നത് മൂലം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പല്ലുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയകളെ അത് വേഗത്തിൽ തന്നെ ഫ്ലഷ് ഔട്ട് ആക്കി, അത് ക്ലീൻ ആക്കിയിട്ട് പല്ലുകളെയും മോണകളെയും ഹെൽത്തി ആയി നിർത്താൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായനാറ്റം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പല്ലുകളിൽ പെട്ടെന്ന് കേടുവരുന്നത് നമുക്ക് സഹായിക്കും. മോണരോഗങ്ങൾ കേടുവരുന്നത് നമുക്ക് കേടുവരുന്നത് തടയാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള വായലും പല്ലുകളെയും മോണകളെയും അത് വളരെയധികം ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ കേടുവരാതെയും ഒക്കെ നിർത്താൻ കുക്കുംബറിന് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽഷ്യം നമുക്ക് ശരീരത്തിലെ എല്ലുകളെയും പല്ലുകളെയും സ്ട്രോങ് ആയി നിർത്താനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് കുക്കുംബർ എന്ന് പറയുന്നത്. നമ്മൾക്ക് പല ആൾക്കാർക്കും അത് നമ്മളെ ഉപ്പേരികളിലാണെങ്കിലും ഒക്കെ ഇപ്പം വളരെയധികം മടിയുള്ള ഒരു സംഭവമാണ്. ആരും അങ്ങനെ ഇത് സാലഡ് അല്ലെങ്കിൽ മെലിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ സാലഡ് കഴിക്കുന്ന ആൾക്കാർ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുക്കളയിൽ പലപ്പോഴും ഇല്ലാത്ത ഒരു വെജിറ്റബിൾ കൂടിയാണ് കുക്കുംബർ. അപ്പോൾ ഒരിക്കലും അങ്ങനെ പാടില്ല. നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ്. മെലിയേണ്ട ആൾക്കാർക്കും പ്രഷറുള്ള ആൾക്കാർക്കും ഷുഗറുള്ള ആൾക്കാർക്കും മാത്രമല്ല, നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കും കുട്ടികൾക്കും ഉപയോഗിക്കേണ്ട ഒരു വെജിറ്റബിൾ കൂടിയാണ് കുക്കുംബർ. അപ്പോൾ ഡെയിലി നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുക. എല്ലാവരും ഹെൽത്തി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.